അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങൾ ചെറുപ്പത്തിലെ സിനിമ കൊണ്ടുപോകും, വലിയ ഇഷ്ട സിനിമ കാണാനായിട്ട്. അപ്പോൾ അപ്പോൾ അമ്മ പറയാണ്, അച്ഛൻ എൻ്റെ സിനിമ കാണാൻ വരും. അച്ഛനും അമ്മയും എൻ്റെ പെങ്ങളും അനിയന്മാരൊക്കെ കൂടിയിട്ട് ഈ സിനിമ കാണാൻ വരും. ക്ലൈമാക്സ് തുടങ്ങുമ്പോൾ അച്ഛൻ പറയും, ഞാനേ ഒന്നിങ്ങോട്ട് പോയിട്ട് വരട്ടെ. അച്ഛൻ അപ്പോൾ അമ്മ നിങ്ങൾ ഇരിക്കുക കാണണ്ടേ? ഇല്ല, അവനെ കൊല്ലുന്നത് കാണാൻ ബുദ്ധിമുട്ടാണ്. അച്ഛനേറ്റ് പോവും. അപ്പോൾ അമ്മ പറയാ, അച്ഛനേറ്റ് പോയ പിന്നെ ഞാനങ്ങനെ ഇരിക്കാൻ പറ്റുക, അപ്പോൾ ഞാനും പോവും. അപ്പോൾ എൻ്റെ ക്ലൈമാക്സ് ഒന്നും ഇവരാരും കണ്ടിട്ടില്ല. അത് കാണാൻ പറ്റില്ലടോ എന്നൊക്കെ പറഞ്ഞു തരാം. അയാൾ അവസാനം ഇത് കഴിഞ്ഞാൽ പിന്നെ അവനെ കൊല്ലില്ലേ, കഷ്ടം. അങ്ങനെ അച്ഛന് വലിയൊരു ഫീലിംഗ്. അച്ഛന്മാരുടെ സ്നേഹത്തിനെ പറ്റി പറയാൻ ഞാൻ, അവരുടെ ഒരു തുറന്ന് പറയാൻ മടി കാണിക്കുന്നതാണ് അച്ഛന്മാർ. ദേ വിൽ നോട്ട് ടെൽ യു. അച്ഛൻ്റെ ആ ഒരു സംഗതി ഞാനിപ്പോൾ ഓർക്കണമെന്നറിയാം. അച്ഛൻ്റെ ഓഫീസ്, അച്ഛൻ്റെ ഈ അയ്യന്തോളത്തെ സിവിൽ ലൈൻസിലാണ് അച്ഛൻ്റെ ഓഫീസ്. അച്ഛൻ ഒരു ദിവസം അച്ഛനെ കാണാൻ പോയപ്പോൾ അച്ഛൻ്റെ ഈ ലോ ബുക്സൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ പിന്നിൽ അച്ഛൻ്റെ എല്ലാ വക്കീൽമാരും പിന്നിൽ കുറേ ലോ ബുക്ക് വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ വായിക്കാറൊന്നുമില്ല, എന്നാലും വെറുതെ അങ്ങനെ വെച്ചിട്ട് ഞാൻ വലിയ വക്കീലാണെന്ന് പറയുന്ന അങ്ങനെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ കയറി കണ്ടപ്പോൾ, ഞാൻ ചെന്നപ്പോൾ ഈ പടം ഉണ്ടല്ലോ ഏകലേവ്യൻ എൻ്റെ മുടി കുറച്ച് ഇതായിട്ടുള്ള നിൽക്കുന്നൊരു ഒരു ഫോട്ടോ അച്ഛൻ ഈ ചില്ലാണ് അതിൻ്റെ അകത്തിങ്ങനെ വെച്ചിരിക്കുക, എൻ്റെ പടം. സത്യത്തിൽ വലിയ ഒരു സങ്കടം വന്നു എനിക്ക്. കാരണം ഇപ്പോഴും ഓർക്കുമ്പോഴും ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മുടെ അച്ഛന്മാരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അച്ഛന്മാർ ഒരിക്കലും നമ്മളെ ഓപ്പണായിട്ട് സമ്മതിച്ചു തരില്ല, മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മളെ നീ ഭയങ്കരനാണെന്ന് പറയില്ല. പക്ഷെ അവരകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന അവരുടെ സ്നേഹം, ലാളന മുഴുവനും അമ്മമാരാണ് നമ്മളെ എക്സ്പ്രസീവായിട്ട് കൊടുക്കുന്നത്. അച്ഛന്മാർ ഒരിക്കലും അത് പറയില്ല. അപ്പോൾ ഞാൻ അന്തം വിട്ട് പോയി. കാരണം അച്ഛൻ്റെ മനസ്സിലുള്ള ഈ ദേവൻ എന്ന ആ മകൻ ഒരു സക്സസ് ആയിട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ അച്ഛൻ്റെ ആ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടല്ലോ, അതിനോട് എക്സിബിറ്റാണ് അദ്ദേഹം അവിടെ വെച്ച് ആ ചില്ലുകൂട്ടിൽ എൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതായത് ഇന്നും വളരെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയാണ് അച്ഛൻ്റെ. അപ്പം ഞാനിങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ ചോദിക്കും, ഞാൻ വരുന്നു ഇപ്പം ഏതാ കളി? അച്ഛൻ സിനിമ എന്ന് പറയില്ലേ, അച്ഛൻ പറയാ ഇങ്ങനെ ഗൗരവത്തിൽ, ഇപ്പം ഏതാ കളി? ഞാൻ പറഞ്ഞു, ഇപ്പോൾ നായർ സാബ് എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ? അത് ഞാൻ പറഞ്ഞു, ആ സിനിമയുടെ പേരാണത്. ഓ, വേറെ ഏതെങ്കിലും കളി ഉണ്ടോ? ഞാൻ പറഞ്ഞു, വേറെ കിട്ടിയിട്ടില്ല, ചിലപ്പോൾ കിട്ടും. അപ്പം ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. ഞാൻ 8ാം ക്ലാസ് മുതൽ വായന തുടങ്ങി. ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ, ഇന്ത്യൻ എക്സ്പ്രസ്സും ആൻഡ് മലയാള മനോരമ, ഇതാണ് എൻ്റെ മെയിൻ. അത് അച്ഛൻ്റെ ഒരു നിർബന്ധമായിരുന്നു. 8ാം ക്ലാസ് മുതൽ ഞങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എല്ലാ ദിവസവും 2 ദിനപത്രങ്ങളുടെ എഡിറ്റോറിയൽ കോപ്പി എഴുതി എന്നെ കാണിക്കണം, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതലേ എഴുത്ത് തുടങ്ങി. അന്നൊക്കെ ഭയങ്കര ശല്യമായിരുന്നു അച്ഛൻ. ഇത് വലിയൊരു അന്നൊക്കെ നമ്മൾ ഇതൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ അച്ഛൻ ഒരു ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ളൊരു അച്ഛനായതുകൊണ്ട് നമ്മൾ അന്ന് എഴുതാൻ തുടങ്ങി. അങ്ങനെ വായന ഒരുപാട് ബുക്സ് വാങ്ങുമ്പോൾ കൂടുതലും എനിക്ക് രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് ഞാൻ അന്ന് സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിലുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും പൊളിറ്റിക്സൊക്കെയാണ് എൻ്റെ കൂടുതൽ സബ്ജക്ട്സുകൾ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ വായന വന്നപ്പോൾ, അപ്പോൾ എൻ്റെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു ചെറിയൊരു ഫ്ലാറ്റാണ്. അവിടെ ഒരു 5 എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർ മുഴുവനും ഈ സാഹിത്യകാരന്മാർ, എഴുതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഞാൻ ഇന്നൊരു നോവൽ വായിച്ചു, വെള്ളം എന്നൊരു നോവൽ, താന്ന് വായിച്ചു നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു സംതിങ് ഹാപ്പൻഡ്. ഞാനത് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്ന ഭയങ്കരമായ വിശാലമായ അത് NN പിഷാരടിയാണ് അത് എഴുതിയത്, അതിൻ്റെ നോവല്. അത് വായിച്ചപ്പോൾ അതിൻ്റെ മെയിനായിട്ട് എന്നെ അട്രാക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയുമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് 60 മുതൽ
ഏതാണ്ട് 80 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഈ ഫ്യൂഡലിസം തകരുകയും കമ്മ്യൂണിസം വളരുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൻ്റെയും കൂടി കഥയാണത് ഈ വെള്ളം എന്ന സിനിമ. ഭയങ്കര ശക്തമായ കുറേ കഥാപാത്രങ്ങളുണ്ട്. കോവിലകങ്ങളും അവസാനം കോവിലകളൊക്കെ തകർന്ന് വെള്ളപ്പൊക്കത്തിൽ പോകുന്നതും അതിൻ്റെ ക്ലൈമാക്സ് തന്നെ വലിയൊരു വെള്ളപ്പൊക്കത്തിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ വലിയൊരു വിഷ്വൽസ് ഉണ്ടാക്കി. ഞാനതെല്ലാം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു സംവിധായകൻ എന്ന ഒരു സംഗതി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനത് അങ്ങനെയാണ് ഞാനത് കണ്ടത്. ആ വിഷ്വലൈസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര സംഭവമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വിക്ടറും പറഞ്ഞു, എടോ ഇത് സിനിമയായി കഴിഞ്ഞാൽ ചെമ്മീനേക്കാളും മേലെ നിൽക്കുന്ന ഒരു വലിയൊരു മലയാള സിനിമയ്ക്ക് ഒരു സ്വത്തായി മാറാൻ പറ്റുന്ന ഒരു സാധനമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടമായി എനിക്ക്. അപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ അയാൾ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവരോട് പറഞ്ഞു, നമുക്ക് സിനിമയാക്കണം, ഞാനത് സംവിധാനം ചെയ്യാൻ പോകണം. അപ്പോൾ വിക്ടർ എന്നോട് പറഞ്ഞു, കിഴങ്ങ, നീ ഏത് സംവിധായകനോട് താൻ സംവിധായകം എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങൾ താൻ പോയിട്ട് ഇപ്പോൾ ഇത് വായിച്ചോടെ തന്നെ സംവിധാനം ചെയ്യാൻ പോവാണോ? അപ്പോൾ എനിക്ക് തോന്നി, ഇയാളെന്താ ഇങ്ങനെ പറയണത്? ഇയാളെൻ്റെ സുഹൃത്തല്ലേ, എന്നെ എൻകറേജ് ചെയ്യാൻ പറയും, ഇയാളെന്നെ ഇത്. അപ്പോൾ ബാക്കിയുള്ള 4 പേരും കൈയടിച്ച് പാസ്സാക്കി. നീ ചെയ്തോ നമ്മളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. ഈ വിക്ടർ ഒരു കാരണവും സമ്മതിക്കില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, എനിക്കത് പറ്റില്ല. അങ്ങനെ ഒരു ആഴ്ച വിക്ടർ എന്നോട് പറഞ്ഞ് എൻ്റെ മനസ്സിനെ മാറ്റി. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എനിക്കിത് പറ്റിയതല്ല. എനിക്ക് ആ പ്രായം അനുഭവമില്ലായ്മയും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ബൃഹത്തായ ഒരു നോവലെടുത്ത് ചെയ്യാനായിട്ട് പറ്റില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് എങ്ങനെയെങ്കിലും സിനിമ ആയിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെടുക്കാൻ നമുക്ക് എന്തായാലും ഇവിടുത്തെ വലിയ ഡയറക്ടേഴ്സിനെ വെച്ച് ചെയ്യാമല്ലോ, നല്ല റൈറ്റേഴ്സിനെ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ MT വാസുദേവൻ നായർ ഹരിഹരൻ സാറിനെ കോൺടാക്ട് ചെയ്തു. ഹരി സാറിനെ പോയി കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ നോവൽ കൊടുത്തു. അതൊക്കെ വലിയ കഥകളാണത്. അങ്ങനെ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആരും എഴുതുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു MT കൊണ്ട് എഴുതിക്കാമെന്ന് പറഞ്ഞു. ഞാൻ MTനെ പോയി കണ്ടു. അപ്പോൾ MT പറഞ്ഞു, ഞാൻ വേറൊരാളുടെ കഥ എഴുതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹരി സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, MT ഇത് നോവൽ വായിച്ചിട്ട് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എഴുതി തരൂ, ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് അത് ചെയ്തിട്ട് ഞങ്ങൾ വേറൊരു റൈറ്ററിനെ കൂടി ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവായി. കാരണം ഈ MTയുടെ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റോറി ഉണ്ടല്ലോ, കോവിലകവും നായർ തറവാട് അങ്ങനത്തെ ഉള്ളൊരു സബ്ജക്റ്റാണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ തന്നെ എഴുതാം എന്നും ഒരു സമ്മതിച്ചു. അപ്പോൾ ഹാപ്പിയല്ലോ. അങ്ങനെയാണ് ഇത് എഴുതി കഴിഞ്ഞു. അപ്പോൾ ഞാനത് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പൈസ വേണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രി തുടങ്ങുന്ന കാര്യം അച്ഛനറിയാം. അച്ഛനോട് അച്ഛൻ ഈ ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മുഴുവൻ ഈ വെള്ളത്തിലാക്കി, മനസ്സിലായില്ലേ? എന്നിട്ട് അത് ഞാൻ ആ പടം എടുത്തു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഉള്ളിൽ. അപ്പോൾ ഞാൻ ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഞാൻ കണ്ട കുറേ സിനാരിയോസ് ഉണ്ട് ഇതിനകത്ത് കുറേ. അപ്പോൾ ഞാൻ എൻ്റെ ഭാവനയിലുള്ള ഇതിലാണ് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംവിധായകനുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും ഈ സിനിമയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നിന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല ഓരോ കാര്യങ്ങൾ. ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് തുടങ്ങി. അത് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് നമ്മൾ ഈ വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഭയങ്കരമായൊരു വെള്ളപ്പൊക്കമാണ് എൻ്റെ ഇതിൽ. അപ്പോൾ അതേപോലെ തന്നെ അത് പിക്ചറൈസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ MT വാസുദേവൻ നായർ ഇത് എഴുതാൻ ശ്രമിച്ചിട്ട്, ഈ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ശ്രമിച്ചിട്ട് എന്താ പറ്റുകയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തുടങ്ങാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കഥയല്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് ഞാനിത് എവിടെ നിന്ന് തുടങ്ങുന്നില്ല. ഇതിങ്ങനെ പരന്നു കിടക്കുന്നൊരു സബ്ജക്റ്റാണ്, ഭയങ്കരമായിട്ട് പരന്നു കിടക്കുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ MT പറഞ്ഞു, ഹരൻ സാറിനോട് പറഞ്ഞു, തന്നെ അയാളെ വിളിക്കാം, അയാളല്ലേ ഇത് സിനിമയാക്കാൻ പോയി വന്നത്, അയാളോട് ചോദിക്കുക, താനൊരു സംവിധായകനാണെങ്കിൽ താൻ എവിടെ തുടങ്ങുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അതിന് ഹരൻ സാർ എന്നോട് ചോദിച്ചു എന്താണ്. അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്നിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു
എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അതിനകത്ത് മാത്തുണ്ണി തരകൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്, വലിയ കഥാപാത്രമാണ്. ആ മാത്തുണ്ണി തരകൻ എന്ന കഥാപാത്രത്തെ സെൻട്രൽ ക്യാരക്ടറായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ഡ്യൂറിങ് ദി നെറേറ്റീവ് സ്റ്റൈൽ ഓഫ് ദി ഫിലിം വി വിൽ ആഡ് ദി അതർ ക്യാരക്ടേഴ്സ്. അതവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ആ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ഇതിൽ എഴുതിയത്. അങ്ങനെ പടം ഒരുപാട് ഡിലേ ആയിപ്പോയി, ഒരുപാട് പ്രശ്നങ്ങളായിപ്പോയി. അപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രി തുടങ്ങാൻ വെച്ചിരുന്ന പൈസ മുഴുവനും അതിങ്ങനെ ഡൈവേർട്ട് ചെയ്ത്, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഇത് പിന്നെ ഇപ്പോൾ അച്ഛനില്ല, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അച്ഛൻ നല്ല അമ്മയില്ല ഇപ്പോൾ, അപ്പോൾ പിന്നെ വലിയ പ്രശ്നം വരില്ല. അപ്പോൾ അങ്ങനെ ആ പൈസ എടുത്താണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് ഈ വെള്ളം എന്ന സിനിമ യുടെ പ്രോഗ്രസ് ചെയ്യുന്നതോടുകൂടി എൻ്റെ ഇൻഡസ്ട്രി പതുക്കെ താഴ്ന്നത് അത് ഒളിച്ചുപോയി ഇതെൻ്റെ ഇതിൽ. അങ്ങനെ സിനിമ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ ഞാൻ ഒറ്റ അരസാറോട് പറഞ്ഞു വെച്ചാൽ, എനിക്ക് ഈ സിനിമ ഞാൻ കണ്ട ഒരു സിനിമയുണ്ട്, അതുപോലെ വേണം. അതുകൊണ്ട് ദർ ഇസ് നോ കോംപ്രമൈസ്. അപ്പോൾ അന്ന് എം ടിയും ഹരസാറും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് തുടങ്ങുന്നതിന് മുമ്പേ ആ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് 2 തരത്തിലെടുക്കാം ഈ സിനിമ. ഒന്ന്, വളരെ കോസ്റ്റ് ഇല്ലാതെ ഈ എല്ലാം ഡയലോഗിലൊക്കെ വെച്ചിട്ട് നമുക്കൊരു സിനിമ ഉണ്ടാക്കാം. അതല്ല, താൻ കണ്ട ആ വിഷ്വൽസ് മുഴുവനും സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ഹൈ ബഡ്ജറ്റ് ഫിലിമായിട്ട് പറ്റുള്ളൂ. 2 തരത്തിലുണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഹൈ ബഡ്ജറ്റ് ഫിലിം ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ ആ സിനിമ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിങ്ങനെ വന്നത്. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒരു കോംപ്രമൈസിന് പോയിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹരൻ സാറ് എന്നുള്ള ആ പ്രഗത്ഭനായ സംവിധായകൻ്റെ കൂടെ ഞാൻ ഈ പ്രൊഡക്ഷൻ എൻ്റെ ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിറകിൽ തന്നെ ക്യാമറ, ഡയറക്ടർ, അതിൻ്റെ പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടാവും. സകലതും നോട്ട് ചെയ്ത് പഠിച്ച് എങ്ങനെയാണ് ഇയാൾ ഷോട്ട് എടുക്കുന്നത്. ഒരു സീൻ വായിക്കുമ്പോൾ ആ സീൻ എങ്ങനെയാണ് നിങ്ങൾ പിന്നെ വിഷ്വലൈസ് ചെയ്യുന്നത്, എങ്ങനെ കൺസീവ് ചെയ്യും, അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും, അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു സംവിധായകനാവാനുള്ളത്.